സുഹൃത്തെ, ഒരാളുടെ പ്രശ്നമാണ് ഞാനിവിടെ പറയുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് ഞാനിവിടെ പറയുന്നത്. ഇത് ഒരാളുടെ കല്യാണം കഴിഞ്ഞ ശേഷം അയാൾക്ക് സംഭവിച്ചൊരു വിഷയമാണ്. അയാളുടെ പാർട്ട്ണർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം ഒന്നും അല്ലാതെ പോയി. എന്ന് വെച്ചാൽ കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയോ കഴിവുകളുള്ള, എന്തൊക്കെയോ ചെയ്യാൻ അറിയുന്ന വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അയാൾ. പക്ഷേ കല്യാണത്തിന് ശേഷം പാർട്ട്ണർ പറയുന്നതിൻ്റെ കൂടെയൊക്കെ നിന്ന് ബ്ലൈൻഡായിട്ട് അയാളുടെ പുറകെ പോയി ഇപ്പോൾ ഒന്ന് വാ തുറക്കാനും പോലും പറ്റാത്ത രീതിയിൽ ട്രാപ്പായി കിടക്കുകയാണ്. ടോട്ടലി എല്ലാ കഴിവുകളും പോയി ഒന്നും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ തളർന്ന് കിടക്കുന്ന ഒരാൾ. കുറേ ആളുകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു പാർട്ട്ണറുടെ വിഷയം മാത്രമല്ല. നിങ്ങളുടെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് സൊസൈറ്റിയെ പേടിയാണെങ്കിൽ പോലും ഇതേപോലുള്ള കാര്യങ്ങൾ സംഭവിക്കും. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആരുടെയൊക്കെ മുമ്പിൽ കുറച്ച് ഇമ്പ്രഷൻ കിട്ടാൻ വേണ്ടി, ഞാൻ എന്തിനും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ വളരെ നല്ലൊരാളാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പുറകെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നിങ്ങൾ പുറത്ത് കാണിക്കണ്ട, അത് കാണിച്ചാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു കൊടുക്കുകയാണ്. എത്ര കാലം? ഒരു 2-3 വർഷം മതി. അപ്പോഴേക്കും നിങ്ങളെ അവർ വിലയിരുത്തിയിട്ടുണ്ടാവും. ഇയാളെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും നടക്കില്ല, ഇയാളൊരു പാവമാണ്, ഞാൻ പറയുന്നത് എന്തും കേൾക്കും. ഈ ഒരു ക്യാരക്ടറിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾ ഫസ്റ്റ് ഇംപ്രഷനിൽ ബിഹേവ് ചെയ്ത, ആ 1-2 കൊല്ലം ബിഹേവ് ചെയ്ത, നിങ്ങൾ പ്രതികരിച്ച ആ ഒരു രീതിക്കാണ്. നിങ്ങളുടെ ചുറ്റുപാടിലുള്ള സൊസൈറ്റിയിലുള്ളത് ആരാണ്? മനുഷ്യരാണ്, അല്ലേ? നിങ്ങളുടെ പാർട്ണർ എന്ന് പറയുന്നതും ഒരു മനുഷ്യനാണ്. ഇയാളുടെ സ്വഭാവം ഒരിക്കലും നിങ്ങളുടേത് പോലെ ആയിരിക്കില്ല. ഇത് പരസ്പരം യോജിക്കുകയാണ്, ഇത് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് കോംപ്രമൈസ് ആവുകയാണ് ചെയ്യുക വർഷങ്ങളെടുക്കുമ്പോൾ. പക്ഷെ ഇതുപോലെ ഡൗൺ ആയി പോകുന്ന ആളുകൾ അവർ പരസ്പരം യോജിക്കുകയല്ല ചെയ്യുന്നത്. അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ബോംബിന്റെ പുറത്ത് ജീവിക്കുന്നത് പോലെ ആരൊക്കെ പേടിച്ചുകൊണ്ട് അവരിങ്ങനെ ഡൗൺ ആയി പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനുണ്ടൊരു സൗരഭ്യം എന്ന് പറയുന്നില്ലേ? എന്ന് വെച്ചാൽ നിങ്ങളുടെ പാർട്ണറുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു കുറച്ച് ഗുണം നിങ്ങളിലേക്കും വരും, അതേപോലെ നിങ്ങളുടെ കുറച്ച് ഗുണം അവർക്കും പോകും. അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും പരസ്പരം ഇത്തരക്കാരുടെ സ്വഭാവങ്ങൾ തമ്മിൽ, അവരുടെ പെരുമാറ്റങ്ങൾ തമ്മിൽ ഇങ്ങനെ മിങ്കിളാവേണ്ട സ്ഥാനത്ത് നമ്മൾ സൈലന്റായി നിന്ന് പോയാലോ, നമ്മളൊക്കെ സഹിക്കുന്ന രീതിയിൽ ഇങ്ങനെ സഹിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിലോ അവസാനം നമ്മളിങ്ങനെ അടിഞ്ഞടിഞ്ഞു പോകും. അപ്പോൾ എനിക്കറിയുന്ന ഒരാൾ ഞാനിങ്ങനെ ഒരു വിഷയത്തിലാണ് എന്ന് പറഞ്ഞ് എന്നെ കാണാൻ വരികയാണ്. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചൊരു വിഷയമാണ്, നിങ്ങൾ ആരാണെന്നുള്ളത് അവർക്ക് ഇപ്പോഴും അറിയില്ല. നിങ്ങളുടെ പെരുമാറ്റങ്ങൾ അവരെ വേദനിപ്പിച്ചാലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരുപാട് അടങ്ങിപ്പോയി, അല്ലെ? ആ ടൈം കൊണ്ട് അവർ പൂർണ്ണമായും നിങ്ങളെ കയ്യിലാക്കി. ഇതാണ് സംഭവിച്ചത്, അല്ലെ? കാര്യം കറക്റ്റ് ആയിരുന്നു. ഇയാളുടെ പല കഴിവുകളും ഇയാൾ പുറത്തേക്ക് അറിയിച്ചില്ല, അല്ലെങ്കിൽ ഇയാളുടെ പാർട്ട്ണറെ അറിയിച്ചില്ല എന്ന് തന്നെ പറയാം. സുഹൃത്തെ, നിങ്ങൾക്കുള്ള കഴിവുകൾ ഒരിക്കലും ഇങ്ങനെ അടക്കി വെക്കേണ്ടതല്ല. അത് നിങ്ങളുടെ കൂടെ ഉള്ള ആളുകൾ അറിയണം. ഇതൊന്നും പുറത്തറിയിക്കാതെ നിങ്ങളുടെ സ്വഭാവ രീതികൾ, നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ സ്റ്റൈല്, നിങ്ങളുടെ പെരുമാറ്റം, ഇതൊന്നും പുറത്തറിയിക്കാതെ, ഇൻക്ലൂഡിങ് നിങ്ങളുടെ വെറുപ്പ്, നിങ്ങൾ എങ്ങനെയൊക്കെ പണി കൊടുക്കുന്ന ആളുകളാണ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ, നിങ്ങളുടെ ബന്ധങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ കൂടെ ഉള്ള ആളുകൾ അറിയണം. ഇതൊന്നും നിങ്ങൾ അറിയിക്കില്ല എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ, അവർ വിചാരിക്കുന്ന എന്താണോ അതിൻ്റെ രീതിയിൽ മാത്രം ജീവിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളിങ്ങനെ ഉയർച്ചയിലേക്ക് പോകേണ്ടതിന് പകരം നിങ്ങൾ താഴ്ചയിലേക്ക് പോകാനാണ് സാധ്യത. അതുകൊണ്ട് സുഹൃത്തെ, എല്ലാവരുടെ സ്വഭാവം വ്യത്യസ്തമാണ്. അത് നിങ്ങൾ കാണിക്കുക തന്നെ വേണം. നിങ്ങളുടെ പാർട്ട്ണറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ യുണീക്കാണ്. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ അറിയണം. അത് നിങ്ങൾ കാണിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നാണ് നിങ്ങളെന്ന വ്യക്തിയുടെ കഴിവുകൾ ഈ ലോകം കാണാൻ പോകുന്നത്. ഇവിടെ എങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് ഈ ലോകം കാണാൻ പോകുന്നത്. അല്ലാതെ എല്ലാവരെയും പോലെ ജീവിച്ച് മരിച്ചു പോകുന്ന ഒരാളായിട്ട് നമ്മൾ മാറിപ്പോകും. നിങ്ങളുടെ അടുത്ത് ഒരുപാട് കഴിവുകളുണ്ട് സുഹൃത്തെ, അത് ഈ ലോകത്തെ കാണിക്കാൻ ശ്രമിക്കുക. ഏതോ ഒരാൾക്ക് വേണ്ടി സൈലൻ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട ഒരാളല്ല നിങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പതിയെ നിങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു എന്നുള്ളത് അയാളെ കാണിക്കാൻ ഇനിയും വൈകിട്ടില്ല. അത് നിങ്ങൾ കാണിക്കാൻ തുടങ്ങുക. നിങ്ങൾ ആളുകളെ എത്ര വേണമെങ്കിലും സ്നേഹിച്ചോളൂ, ഇഷ്ടപ്പെട്ടോളൂ. പക്ഷേ നിങ്ങളുടെ ക്യാരക്ടറിനെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് അതിനൊരു റൂമിൽ വെച്ച് അടച്ചിട്ട് നിങ്ങൾ അവരെ സ്നേഹിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്ന് നിങ്ങളെ ആളുകളെ കാണിച്ചുകൊണ്ട് വേണം നിങ്ങൾ ആളുകളെ സ്നേഹിക്കാൻ, അവരുമായിട്ട് ഇടപെടാൻ. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളുടെ ക്യാരക്ടർ എവിടെ ഹൈഡ് ആവുന്നില്ല. നിങ്ങളെ
പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെടാൻ പലരും ശ്രമിക്കും. അവിടെ മുതൽ നിങ്ങൾക്കെന്ത് സമാധാനമായിരിക്കുന്നറിയോ, അവിടെ മുതൽ നിങ്ങൾക്കെന്ത് ഫ്രീഡം ആയിരിക്കുന്നറിയോ. ആ ഫ്രീഡം അനുഭവിക്കാൻ കഴിയുന്നവർ കുറച്ച് ആളുകളേ ഉള്ളൂ. ഒരുപാട് ആളുകൾ നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറിയിലുണ്ട്. ആ ഫ്രീഡത്തിലേക്ക് നിങ്ങൾ എത്തണം. അതിനെന്താ സുഹൃത്തെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? അതിന് നിങ്ങൾ കുറച്ചുകൂടെ ബോൾഡ് ആവാൻ ശ്രമിക്കണം. അടിച്ചമർത്താൻ നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവരൊന്നും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ കുറച്ച് ബോൾഡാണ് നിങ്ങൾ കാണിക്കണം. ഈ ലോകത്ത് നിന്ന് സ്നേഹം കിട്ടാൻ ഒരുപാട് പാടൊന്നുമില്ല. നമ്മളെ രക്ഷിതാക്കൾ നമ്മൾ എത്ര സ്നേഹിച്ചിട്ടുണ്ട് അല്ലേ? എന്നെ സ്നേഹിക്കാൻ ഇയാൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ അയാൾക്ക് അടിയറവ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ജീവിക്കുമ്പം കുറച്ചുകൂടെ കൂളായിട്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണറെ കൂടെ ജീവിക്കുക. നിങ്ങളുടെ പാർട്ട്ണറെയും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും നിങ്ങളുടെ സമൂഹത്തിനെയൊക്കെ അങ്ങനെ ആക്കിയെടുക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് ഓരോ ആളുകളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. എന്ന് വെച്ച് എല്ലാ വേണ്ടാത്ത പരിപാടികളും ചെയ്യാനല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ ഫ്രീഡം നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുന്നതാണ്. അത് പിടിച്ചു വെക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അതാരും പ്രത്യേകിച്ച് വിട്ടു തരില്ല, പ്രത്യേകിച്ച് നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ചില ആളുകൾ. അപ്പോൾ അവിടെ പരസ്പരം വലിയ പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ ആ ഫ്രീഡം നിങ്ങൾ പതിയെ പതിയെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. ഇനി ഈ തംബ്നെയിലിൽ ഞാൻ രണ്ടാമതൊരു പോയിന്റ് കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് കണ്ടെത്തുക എന്നുള്ളത്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്കൊരു പേപ്പർ മാത്രം മതി. ഒരു പേപ്പർ എടുക്കുക, അതിൽ ഒരു വട്ടം വരയ്ക്കുക. ആ വട്ടത്തിൻ്റെ അകത്ത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ക്വാളിറ്റികൾ, നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ വട്ടത്തിൻ്റെ അകത്ത് എഴുതുക. നിങ്ങളുടെ അണ്ടർ കൺട്രോൾ നിൽക്കുന്ന കാര്യങ്ങൾ വേണം അവിടെ വരാൻ. ഇനി ആ വട്ടത്തിൻ്റെ പുറത്ത് നിങ്ങൾ എന്തിനെ പറ്റിയൊക്കെയാണ് വെറുതെ ആലോചിച്ച് സമയം പോകുന്നത്, നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത ചില കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി ഒന്ന് എഴുതി വെക്കുക. നിങ്ങൾ ആലോചിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ ചില ആളുകളെ പറ്റിയായിരിക്കാം, ചില വീക്ക്നെസ്സുകളെ പറ്റിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പല പ്രശ്നങ്ങളെ പറ്റിയായിരിക്കാം. ഇതൊന്നും നിങ്ങളുടെ കൺട്രോളിലല്ല. ഇതിനൊക്കെ നമ്മൾ ആ വട്ടത്തിൻ്റെ പുറത്താണ് വെച്ചിട്ടുള്ളത് അല്ലേ? ഇനി ദിവസവും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ വട്ടത്തിൻ്റെ അകത്തുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണം. അതിനകത്ത് പോസിറ്റീവായിട്ട് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ എനിക്ക് പാടാനറിയാം, എനിക്ക് നന്നായിട്ട് പഠിക്കാനറിയാം, എനിക്ക് നല്ല ലുക്കുണ്ട്, പല കാര്യങ്ങളുണ്ടാവാം. ഈ പോസിറ്റീവ്സിലേക്ക് മാത്രം നിങ്ങൾ 2-3 ദിവസം ഒന്ന് നോക്കുക ഇടയ്ക്കിടയ്ക്ക്. ഈ 2-3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ വട്ടം കട്ട് ചെയ്തെടുത്തിട്ട് ആ പോസിറ്റീവ്സ് മാത്രം എടുത്തിട്ട് നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് ഒട്ടിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയ ആ ബാക്കി ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അത് നിങ്ങൾ ഒരു 2-3 ദിവസത്തിന് ശേഷം കത്തിച്ച് കളയാം. സുഹൃത്തെ, ഈ പോസിറ്റീവ്സ് നിങ്ങൾ നിരന്തരം കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, എൻ്റെ ഭാവി ഇവിടെയാണ് കിടക്കുന്നത്. ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും വിജയിക്കും എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങളുടെ ആ പോസിറ്റീവ് പോയിന്റുകൾ നിങ്ങളെ എത്തിക്കും. ചിലപ്പോൾ അതൊരു ബിസിനസ്സിലേക്കായിരിക്കും നിങ്ങളെ കൊണ്ടുപോവുക, ചിലപ്പോൾ നിങ്ങളെ യൂട്യൂബിലേക്കായിരിക്കും അത് കൊണ്ടുപോവുക, ചിലപ്പോൾ നിങ്ങളെ PSC പഠിക്കുന്ന കാര്യങ്ങളിലേക്കായിരിക്കും കൊണ്ടുപോവുക, ചിലപ്പോൾ അത് നിങ്ങളെ ഡാൻസ് ക്ലാസ്സുകളിലേക്കും ക്രാഫ്റ്റ് വർക്കുകളിലേക്കും ടീച്ചിങ് പ്രൊഫഷനിലേക്കൊക്കെ ആയിരിക്കും കൊണ്ടുപോവുക. എന്തായാലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും ഒക്കെ നിങ്ങൾ മനഃപൂർവ്വം ഈ രീതിയിലൊന്ന് ബോൾഡാക്കി മാറ്റുമ്പോൾ അത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളിലേക്ക് അത് മാറും. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ബോൾഡായിട്ടുള്ള ഫ്രീഡം പുറത്ത് കാണിക്കുമ്പോഴാണ് പലരും നിങ്ങളുടെ കൂടെ നിൽക്കുക. നിങ്ങൾ വിചാരിക്കാത്ത ആളുകൾ പോലും നിങ്ങളുടെ കൂടെ നിൽക്കും. അപ്പോൾ നിങ്ങൾ വിജയിക്കാൻ സാധ്യതയുള്ള നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെക്കാതെ, ഇങ്ങനെ അമർത്തി വെക്കാതെ ആ ക്യാരക്ടറിനെ മനഃപൂർവ്വം നിങ്ങൾ പുഷ് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരിക. ആരെയും ഭയമില്ലാത്ത രീതിയിൽ നിങ്ങളത് പുറത്തേക്ക് കാണിക്കുക. നിൽക്കട്ടെ, അല്ലാത്തവരൊക്കെ പോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് എന്ത് സാധിക്കും. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. നമ്മൾ പലരും നമ്മുടെ ജീവിതങ്ങൾ ജീവിക്കുന്നത് നമ്മുടെ തലയിലാണ്. നമ്മുടെ തലയിൽ നമുക്കെല്ലാം ഉണ്ട്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ഗോൾസ് ഉണ്ട്, നമ്മൾ എവിടെ എത്തണമെന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് വേണ്ട പല കാര്യങ്ങളും നമ്മുടെ തലയിലുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. തങ്ങൾ ആഗ്രഹിച്ചതൊന്നും നേടാതെ, തങ്ങൾ സ്വപ്നം കണ്ടതൊന്നും നേടാതെ ഈ ഭൂമിയിൽ നിന്ന് എത്രയോ പേർ വിട പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാം തലയിൽ മാത്രമാക്കി വെച്ചുകൊണ്ട്, ഒന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ സ്വപ്നങ്ങളായി മാത്രം അതിനെ ബാക്കിയാക്കി എത്രയോ പേർ നടന്നുപോയി. നമുക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും, പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഭയങ്ങൾ, നമ്മുടെ ഡൗട്ട്സ്, നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാത്ത സിറ്റുവേഷൻസ്, ഇതെല്ലാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ നിന്ന്, സ്വപ്നത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്ന്, ഒരു ചങ്കൂറ്റത്തോടെ ഇറങ്ങുന്നതിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തുക, ഇതെല്ലാം മാഞ്ഞു പോയിട്ട്
നമ്മുടെ വേദനകൾ ഇല്ലാതായിട്ട്, നമ്മുടെ ഭയങ്ങൾ ഇല്ലാതായിട്ട്, നമ്മുടെ ഡൗട്ട്സ് എല്ലാം മാറിയിട്ട് നമ്മൾ സ്വപ്നത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ ജീവിതകാലം മുഴുവൻ പല സംശയങ്ങളും നമ്മുടെ കൂടെ കാണും, പല ഭയങ്ങളും നമ്മുടെ കൂടെ കാണും, കോൺഫിഡൻസ് ഇല്ലാത്ത പല സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഇതെല്ലാം ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ടാകും. ജീവിതത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളവർ, സ്വപ്നത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളവർ, നേടിയിട്ടുള്ളവർ, എല്ലാവരുടെ ജീവിതത്തിലും ഇതുണ്ടായിരുന്നു, എല്ലാവരുടെ ജീവിതത്തിലും ഇതുണ്ട്. പക്ഷേ ഇതിനു മുകളിലും നിൽക്കാൻ നമ്മൾ പഠിക്കണം. ഇതിനെ ഒന്നിനും നമ്മളെ തകർക്കാൻ പറ്റരുത്. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ ഇതിനേക്കാൾ എല്ലാം വലുതായിരിക്കണം. നമ്മുടെ ഭയങ്ങളെക്കാൾ വലുതായിരിക്കണം, നമ്മുടെ സംശയങ്ങളെക്കാൾ വലുതായിരിക്കണം. നമ്മുടെ സ്വപ്നങ്ങൾ അത്രമാത്രം വിലപ്പെട്ടതാണ്. നമ്മുടെ സ്വപ്നങ്ങളെ മരിക്കാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ കൊച്ചു മനസ്സിൽ നിന്നും നമ്മൾ പുറത്തിറങ്ങാൻ പഠിക്കണം. നമ്മുടെ കൊച്ചു മനസ്സാണ്, നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളാണ് പലപ്പോഴും നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ധൈര്യത്തോടെ ഒരുപടി മുമ്പോട്ട് വെക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ മനസ്സാണ്. ഹെൻറി ഫോർഡ് പറഞ്ഞിട്ടുണ്ട്, വെദർ യു തിങ്ക് യു ക്യാൻ ഓർ യു തിങ്ക് യു കാണ്ട്, യു ആർ റൈറ്റ്. നിങ്ങൾ മനസ്സിൽ എന്ത് വിചാരിക്കുന്നതോ അതാണ് ഏറ്റവും വലിയ സത്യം. ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകളിൽ എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു, നമുക്ക് ചെയ്യാൻ കഴിവുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ആ അവസരം ഉപയോഗിച്ചില്ല, നമ്മളത് നഷ്ടപ്പെടുത്തി, നമ്മൾ ചെയ്തില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ വേദനയുണ്ടാക്കുന്ന, റിഗ്രറ്റ് ഉണ്ടാക്കുന്ന ഒരവസ്ഥ. നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്ന്, നമ്മുടെ ലേസിനെസ്സിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ സ്വപ്നങ്ങൾ, നമ്മൾ ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ്, നമ്മുടെ ചെറിയ ഫിയറുകൾ പറഞ്ഞ് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരങ്ങൾ, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇതിന് മറ്റാരും ഉത്തരവാദികളല്ല, നമ്മൾ തന്നെയാണ് പലപ്പോഴും ഉത്തരവാദികൾ. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ചോയ്സസ് വി മേക്ക്. അതുകൊണ്ട് നമ്മളെ തന്നെ പിടിച്ചു നിർത്തുന്ന നമ്മുടെ മനസ്സിൻ്റെ ചില ശബ്ദങ്ങളോട് നോ പറയാൻ പഠിക്കുക. നമ്മുടെ പാഷന് വേണ്ടി, നമ്മുടെ സ്വപ്നത്തിനു വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാവുക. നമുക്കറിയാം നമ്മൾ ഇത് ചെയ്താൽ അതായിരിക്കും റിസൾട്ട് എന്ന്, നമ്മൾ ഈ വഴിയെ പോയാൽ നമ്മൾ അവിടെയായിരിക്കും എത്തുക എന്ന്. പിന്നെ എന്തിനാണ് നമ്മൾ മടിച്ചു നിൽക്കുന്നത്? എന്തിനാണ് ഒരു ചെറിയ ഭയത്തെ നമ്മൾ ഈ ഒരു യാത്ര മുഴുവൻ മുടക്കാനായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നത്? Change your life today. Change your path today. Start walking the new journey you have been waiting for. നാളെ നാളെ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന ആ ജീവിതം അതിന്ന് ആരംഭിക്കാൻ തുടങ്ങണം. You have got to get up every morning with determination if you are going to go to bed with satisfaction. Inspiring, free. വെൽക്കം, സംസാരിക്കാം. ഞാൻ ഓഡിയബിൾ അല്ലേ? അതെ സാറേ, അതെ. പ്രോഗ്രാം റെക്കോർഡറാണോ? ഓക്കെ സാറേ. ഇന്ന് റൂസമ്മയുടെ ഇല്ലേ? രാവിലെ പോയി. സൗണ്ട് കുറവാണല്ലോ സാറേ. ഇവിടെ ഓക്കെ ആണോ സംസാരിക്കുന്നത്? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ഓൾ. ഒരാളുടെ പ്രശ്നം അയാളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആള് പാർട്ണർ പറയുന്നത് മാത്രം കേട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നുമല്ലാതെ വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തളർന്നു പോകുന്നുണ്ട്. അത് പാർട്ണറുടെ മാത്രം പ്രശ്നമല്ല, സൊസൈറ്റിയിൽ അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് പുറത്ത് കാണിക്കാതെ ഇരിക്കുമ്പോൾ അത് മറ്റുള്ളവർ മുതലെടുക്കും.
അത് അവര് തന്നെയാണ് അത് തിരുത്തേണ്ടത്. ഒരാളുടെ സ്വഭാവം മറ്റൊരാളുടെ പോലെ ആയിരിക്കില്ല. മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനും ഉണ്ടാകും സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്വഭാവത്തിൽ മറ്റുള്ളവരുടെ കൂടെ കൂടുമ്പോൾ വ്യത്യാസങ്ങൾ വരും. പക്ഷെ എന്നാലും നമ്മുടെ യഥാർത്ഥ സ്വഭാവം നമ്മുടേത് തന്നെ ആയിരിക്കണം. അത് സൈലന്റായി സഹിച്ച് മുന്നോട്ട് പോയാൽ നമ്മളത് അതിന് അടിമപ്പെട്ടു പോകും. കഴിവ് അടക്കി വെക്കാനുള്ളതല്ല, പുറത്ത് കാണിക്കാനുള്ളതാണ്. സ്നേഹമായാലും വെറുപ്പായാലും എല്ലാം നമ്മൾ അന്നേരം തന്നെ പ്രതികരിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒന്നുമില്ലാതെ എല്ലാം സഹിച്ചിരുന്നാല് അവർക്ക് അതിനകത്ത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ബാക്കി എല്ലാവരും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതുപോലെ നമുക്കുള്ള കലാപരമായ കഴിവുകളും നമ്മൾ ഉള്ളിൽ ഒതുക്കി വെക്കാതെ അതെല്ലാം പുറത്തു കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കണം. എല്ലാവരുടെയും സ്വഭാവം വ്യത്യസ്തമാണ്. അത് തുറന്ന് കാണിച്ചെങ്കിൽ മാത്രമേ അതിനകത്ത് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ആർക്കും വേണ്ടി സൈലന്റ് ആയിട്ട് ജീവിച്ച് മരിക്കരുത്. യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്ന് കാണിച്ച് നമ്മുടെ ഫ്രീഡം അനുസരിച്ച് തന്നെ നമ്മൾ ജീവിക്കണം. നമ്മൾ അതിനെ കുറച്ചൊക്കെ നമ്മൾ ബോൾഡ് ആകണം. സ്നേഹം കിട്ടാൻ അടിയറവ് പറയേണ്ട ആവശ്യമില്ല. പാർട്ണർ ആയാലും സമൂഹമായാലും നമ്മുടെ ക്ലോസ് ആയ ആളുകളുടെ ആയാലും നമുക്ക് എങ്ങനെ സ്ട്രെങ്ത് ആകാമെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ ഒരു വട്ടം വരച്ച് നമ്മുടെ കഴിവുകൾ ആ വട്ടത്തിനകത്ത് എഴുതുക. അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. പിന്നെ കൺട്രോൾ അല്ലാത്ത കാര്യങ്ങൾ പുറത്ത് എഴുതുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വട്ടത്തിനകത്ത് എഴുതിയ കാര്യങ്ങൾ നമ്മൾ വായിക്കുക. അത് മാത്രം വെട്ടിയെടുത്ത് അതിലേക്ക് നമ്മളെ നയിക്കുക. അപ്പോൾ പോസിറ്റീവായ പല കാര്യങ്ങളിലേക്കും നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ കാര്യങ്ങൾ നമ്മൾ അടക്കി വെക്കാതെ പുറത്തേക്ക് കൊണ്ടുവരിക. പലരും ജീവിതം ജീവിക്കുന്നത് തലയിലാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുമില്ല. നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ആവശ്യമില്ലാത്ത ഭയം, കോൺഫിഡൻസ് ഇല്ലായ്മ, സംശയങ്ങൾ ഇതെല്ലാമാണ് നമ്മുടെ വിജയത്തിന് നമ്മൾ തന്നെ തടസ്സം ആയി നിൽക്കുന്നത്. നമ്മുടെ സ്വപ്നങ്ങൾ വിലപ്പെട്ടതാണ്. കൊച്ചു മനസ്സിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വളരണം. ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് അവസരങ്ങൾ പ്രയോജനപ്പെടുത്താതെ എല്ലാം പാഴാക്കി കളയുന്നതാണ്. നമുക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് എല്ലാം ഇറങ്ങി പ്രവർത്തിക്കാനുള്ള അവസരങ്ങളും എല്ലാം കിട്ടിയിട്ടും നമ്മളതൊന്നും പ്രയോജനപ്പെടുത്താതെ നമ്മളതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ജീവിതത്തിൽ വിജയിച്ചില്ല, പരാജയപ്പെട്ടു പോയി, നമുക്കൊന്നും നേടാനുള്ള കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം നമ്മളിൽ തന്നെയാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. നമ്മൾ അതിനെല്ലാം വേണ്ടി ഒരു ഫാഷനായി നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ ജീവിതം ഇന്ന് തന്നെ ആരംഭിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. താങ്ക് യു മാഡം, നന്നായിട്ട് സംസാരിച്ച്. നമുക്ക് ക്ഷമിച്ച് നമ്മൾ ഒന്നുമല്ലാതായി തീരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു സമൂഹത്തിലായാലും വേണ്ടില്ല, അത് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും വേണ്ടില്ല, എല്ലാവർക്കും വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഒന്നുമല്ലായി, നമ്മുടെ കഴിവുകളൊന്നും പുറത്തേക്ക് എടുക്കാൻ സാധിക്കാതായി വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഒന്നുകിൽ നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പാർട്ട്ണർക്ക് വേണ്ടി നമ്മുടെ എല്ലാ കഴിവുകളും അടിയറ വെച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ ഒരു ഫ്രീഡം ലഭിക്കില്ല. അതുപോലെ തന്നെ സൊസൈറ്റിയിലായാലും വേണ്ടില്ല, നമ്മളെ മറ്റുള്ളവരെ പേടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ കഴിവുകളൊന്നും പുറത്തേക്ക് എടുക്കാൻ സാധിക്കില്ല. നമ്മുടെ സ്വഭാവം മറ്റുള്ളവരുടെ ഇതുപോലെ ആയിരിക്കില്ല. പിന്നെ നമ്മൾ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുണ്ടാവും സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ കുറെയൊക്കെ പാർട്ട്ണറുടെ നമ്മളിലേക്ക് വരും. പക്ഷെ അത് പോസിറ്റീവ് ആയിട്ടുള്ളത് മാത്രം എടുക്കാൻ ശ്രമിക്കുക, നെഗറ്റീവ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ വിട്ട് കളയുക. നമ്മുടെ കഴിവുകൾ അടക്കി വെക്കേണ്ടതല്ല, മറ്റുള്ളവരെ അറിയിക്കേണ്ടതാണ്. നമ്മൾ യൂണിക്കാണ്, മറ്റുള്ളവരെ എന്നുള്ളത് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കണം. സൈലന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടതല്ല. നമ്മുടെ ക്യാരക്ടർ എങ്ങനെയുള്ളതാണെന്ന് മറ്റുള്ളവരെ അറിയിച്ച് ജീവിക്കുക. അപ്പോൾ നമുക്ക് ഫ്രീഡം ലഭിക്കുള്ളൂ. അടിച്ചമർത്താൻ നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത്. പാർട്ട്ണറെയും സമൂഹത്തെയും നമ്മുടെ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. പിന്നെ നമ്മുടെ കഴിവുകള് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അകത്ത് ഒരു വട്ടം വരച്ച് അതിനുള്ളിലേക്ക് നമ്മുടെ കഴിവുകൾ എഴുതി വയ്ക്കുക. പുറത്ത് നമ്മുടെ പ്രശ്നങ്ങളും ഭയവും ആകുലതകളൊക്കെ നമ്മൾ പുറത്തെഴുതി വയ്ക്കുക.
അതിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം അകത്തും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പുറത്ത് എഴുതി വയ്ക്കുക. കുറച്ച് അത് നമ്മൾ എല്ലാ ദിവസവും വായിക്കുക. എന്നിട്ട് നമ്മൾ ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ വെട്ടിയെടുത്ത് നമ്മുടെ ഭിത്തിയിൽ ഒട്ടിക്കുക. അപ്പം ദിവസം നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുക. നോക്കിയാൽ പോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നെഗറ്റീവ് മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോ എല്ലാ ഭയങ്ങളും എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ സ്വപ്നത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ വിചാരിക്കരുത്. അതൊരിക്കലും പ്രശ്നങ്ങൾ തീരുന്ന സമയം ഉണ്ടാവില്ല. തീരുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മരിച്ച് കിടക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് നമ്മുടെ വിജയ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിത്തിരിക്കാന്ന് വിചാരിക്കരുത്. പിന്നെ നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ നമ്മൾ അതിനെപ്പറ്റി ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് വല്ലതും ചെയ്യാൻ സാധിക്കുമായിരുന്നു, ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല. ചെയ്യാനുള്ളത് ഇപ്പോൾ തന്നെ ചെയ്യുക. അതിനുവേണ്ടി എല്ലാവരും ഇറങ്ങിത്തിരിക്കുക. അതിന്റെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. ഒരാളുടെ പ്രശ്നത്തെ കുറിച്ചാണ്. ഒരു മാരേജ് കഴിഞ്ഞാണ് നമ്മുടെ ജീവിതം കുറച്ചും കൂടി നമുക്ക് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നായിട്ട് പോവുകയാണ്. പക്ഷെ ആ വ്യക്തി പാർട്ട്ണർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് അവന്റെ മനസ്സ് തകർക്കുക, അവന്റെ കഴിവുകളെയെല്ലാം തകർക്കുക, എല്ലാമായി ജീവിതം പൊലിയാതിരിക്കാൻ വേണ്ടി അവന് നമ്മുടെ വില കണ്ടെത്തി നമ്മൾ മുന്നേറാൻ ശ്രമിക്കണം. പക്ഷെ അപ്പോൾ നമ്മളുടെ വർഷങ്ങൾ പിന്നിട്ട് കഴിയും. ആ വ്യക്തി എന്തിനു വേണ്ടിയും നമ്മളെ താഴ്ത്തി സീറോയാക്കുന്നാലും പിന്നീട് ഒരു മനുഷ്യനായാൽ ഒരു എനർജിയൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമ്മൾ ഉയർത്തി അത് മുന്നോട്ട് കൊണ്ടുവന്ന് അപ്പോൾ നമ്മളും അതേ ഒരു അവസ്ഥയിലെത്തും. പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ട് ജീവിക്കുമ്പോൾ എല്ലാം നമ്മൾക്കൊരു ഫ്രീഡം വേണം. ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് സമൂഹത്തിൽ നിലയും വിലയും നമ്മൾ കണ്ടെത്തണം. നമ്മുടെ പാർട്ട്ണറുടെ കൂട്ടത്തിലുള്ളോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ ഒന്നും കിട്ടാത്തത് നമ്മൾ ദൂരത്ത് നിന്ന് നമ്മൾ കണ്ടെത്തി നമ്മൾ വിജയിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം നമ്മുടെ തലമുറകളെ സക്സസ്സിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഉറച്ച തീരുമാനം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വേണം എന്നുള്ളൊരിത്. പക്ഷെ നാളേക്ക് പോയാൽ അത് ഈ നാളേക്ക് വേണ്ടിയുള്ളത് ഇന്ന് തന്നെ നമ്മൾ അത് രൂപീകരിച്ച് കൊണ്ടുപോകാൻ നോക്കണം. നമ്മൾ ഒരു ഒരു വൃത്തം വരച്ചിട്ട് ആ വൃത്തത്തിന്റെ അകത്ത് നമ്മളുടെ ഉള്ളിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നമുക്ക് എന്തായിരുന്നു നമ്മളുടെ കുട്ടിക്കാലം തുടങ്ങി നമുക്ക് ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ, ഒരു സന്തോഷം നിലനിർത്തേണ്ടത്, അതെല്ലാം നമ്മുടെ ആ വൃത്തത്തിനുള്ളിൽ നമ്മൾ എഴുതി വെക്കുക. നമ്മൾക്ക് പാട്ട് പാടാനോ അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ലൊരു വിലയും നിലയും വേണോ, അങ്ങനെയുള്ളതെല്ലാം നമ്മൾ എഴുതി വൃത്തിയിലാക്കുക, അത് വെക്കുക. പ്രശ്നങ്ങൾ നമ്മൾക്ക് എന്താണ് പുറത്ത് നമ്മളുടെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ളത് നമുക്ക് പലതരമായും പ്രശ്നങ്ങൾ നമുക്കുണ്ടാവാം. അതൊക്കെ പുറത്തെഴുത്തി വെക്കുക. ലാസ്റ്റ് നമ്മൾ ആകത്തെ വൃത്തം വെട്ടിയെടുത്തിട്ട് നമ്മൾ കാണത്ത വിധത്തിൽ വെക്കുക. പിന്നെ നമ്മൾക്ക് അതനുസരിച്ച് മുന്നേറാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളുടെ കഴിഞ്ഞു പോയത് നമുക്ക് തിരികെ പിടിച്ചെടുക്കാനായിട്ടൊരു സുവർണ അവസരമായി മാറും. നമ്മുടെ മനസ്സിനെ ഫിറ്റാക്കണം. ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ നാളത്തേക്ക് ഒന്നും മാറ്റിവെക്കണ്ട, ഇപ്പോൾ തന്നെ അത് ചെയ്യുക. അങ്ങനെ തകർന്നുപോയ ജീവിതത്തെ നമ്മൾ മാടി വിളിച്ച് നമ്മളത് ഉയർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ സമൂഹവും രക്ഷപ്പെടും. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. Thank you.
ഗുഡ് മോർണിംഗ്. ഇനിയും പലരും സംസാരിക്കാനുണ്ട്, അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഞാൻ ഫില്ല് ചെയ്യാം. ഇന്ന് കേട്ട വീഡിയോ, നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ഒരുപാട് കഴിവുകളോടെയാണ്. പലപ്പോഴും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈ കഴിവുകളെ തിരിച്ചറിയുന്നതിനോ അത് പ്രയോജനപ്പെടുത്തി നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ സമൂഹത്തിന്റെയും എല്ലാം നിലവാരം ഉയർത്തുന്നതിനോ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നതിനോ നമുക്ക് പറ്റാറില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും പലതും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പലതും നമ്മൾ ചെയ്യാതെ, നമ്മൾ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാതെ ഇവിടെ നിന്ന് മരിച്ച് മണ്ണടിയുന്ന ധാരാളം ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് എനിക്കതിന് കിട്ടിയ മെസ്സേജ്. അപ്പൊ അതുകൊണ്ട് ഫാമിലിയിലായാലും സമൂഹത്തിലായാലും മറ്റുള്ളവരെ എല്ലാ രീതിയിലും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനും നമ്മെ കണ്ടെത്തുന്നതിനും നാം ശ്രമിക്കണം. അപ്പോ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കഴിവുകളെ ഡെവലപ്പ് ചെയ്ത് അതിലൂടെ കൂടുതൽ സമ്പത്ത് നേടുന്നതിനും ഉന്നതി പ്രാപിക്കുന്നതിനും മറ്റുള്ളവരുടെ എല്ലാം ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നതിനും നമ്മുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഈ ഭൂമിയിൽ ഇട്ടിട്ട് പോകുന്നതിനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ കഴിവുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുകയും അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യണം. ഏതിലാണോ നമുക്കുള്ള സ്കില്ല്, ആ സ്കില്ല് മാക്സിമം ആക്കി നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും ധാരാളം നന്മകൾ ചെയ്യുന്ന വ്യക്തികളായിട്ട് നാം മാറണം. അതിന് നമ്മൾ ആരെയും ഒരു പരിധി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു മെസ്സേജാണ് അതിന് കിട്ടിയത്. അപ്പൊ അതേമാതിരി അടുത്ത വീഡിയോയിൽ പറഞ്ഞത്, പല ആളുകൾക്കും ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ അതെല്ലാം തലയിൽ മാത്രം കൊണ്ട് നടക്കുന്നവരാണ്. ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും ആ കഴിവുകൾ പ്രയോജനപ്പെടുത്താതെ അലസത കൊണ്ടോ മടി കൊണ്ടോ പലതും ചെയ്യാതെ ഇവിടം വിട്ടു പോകുന്നവരാണ് ഭൂരിഭാഗം വരുന്ന ആൾക്കാരും. അപ്പൊ നമ്മൾ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ മാത്രം വെക്കാതെ അത് എഴുതി വെച്ച് അതിന് വേണ്ട പ്ലാൻ തയ്യാറാക്കി അതിന് വേണ്ട എക്സിക്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ നടപ്പാക്കി അതിന് പറ്റിയ വ്യക്തികളുമായിട്ട് ചേർന്ന് അത് പ്രാബല്യത്തിൽ വരുത്തുമ്പോഴാണ് ആ ഡ്രീം ഒരു യാഥാർത്ഥ്യമായി മാറുന്നത്. പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്വപ്നങ്ങൾ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും പലരും അത് ചെയ്യാത്തതിന് കാരണം നേരത്തെ പറഞ്ഞ പോലെ അലസതയും മടിയും ഒക്കെയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ റിഗ്രറ്റ്, ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് പല കാര്യങ്ങളും ചെയ്യാമായിരുന്നിട്ടും നമ്മൾ ചെയ്തില്ല, അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ദുഃഖം പലർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യാനായിട്ട് നാം ശ്രമിക്കണം, ഒന്നും മാറ്റിവെക്കാതെ. നമ്മൾ ഇതിനു മുമ്പ് കേട്ട ഒരു വീഡിയോയില് കേട്ടിട്ടുള്ളത്, അവസാന നിമിഷങ്ങളില് പ്രായമായ ആൾക്കാരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വനിത പറഞ്ഞത്, പ്രായമായ ആളുകളുടെ എല്ലാം വിഷമം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പലരും പറഞ്ഞത് അവർ സമ്പാദിച്ച സ്വത്തിനെ കുറിച്ചോ വില കൂടിയ കാറുകളെ കുറിച്ചോ ആഡംബര വസതികളെ കുറിച്ചല്ല, കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിൽ ജീവിക്കാമായിരുന്നു, കുറച്ചും കൂടി സന്തോഷത്തോടെ ആകാമായിരുന്നു, കുറച്ചുകൂടിയൊക്കെ ചിരിക്കാമായിരുന്നു, കുറച്ചുകൂടി ആൾക്കാരെ സ്നേഹിക്കാമായിരുന്നു, ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തി ഒരുപാട് സമയം ദുഃഖിച്ചും വിഷമിച്ചും എല്ലാം സമയം പാഴാക്കി എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്. ഇത് നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ പരമാവധി സമയം ഹാപ്പിയായും മറ്റുള്ളവരെ ഹാപ്പിയാക്കിയും ചിരിച്ചും സന്തോഷിച്ചും നെഗറ്റീവായിട്ട് ചിന്തിക്കാതെയും നെഗറ്റീവ് പറയാതെയും ഏറ്റവും നല്ല രീതിയിലുള്ള സന്തോഷമുള്ള വ്യക്തിയായിട്ട് മാറുന്നതിന് നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും വിജയാശംസകൾ. ഇത്തരം വീഡിയോകളും വായനകളും എല്ലാം നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ സമൂഹത്തിന്റെയും എല്ലാം മൂല്യം വർദ്ധിപ്പിക്കുന്നതിനും ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കട്ടെ. താങ്ക് യു ഓൾ. അടുത്ത ആൾക്ക് സംസാരിക്കാം. ഇനിയും മറ്റും സംസാരിക്കാനുണ്ട്. ഇന്ന് റിനി മേഡമാണ് മെഡിറ്റേഷൻ എടുക്കുന്നത്. താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിലെ കഴിവ് അല്ലെങ്കിൽ നമ്മുടെ ഭയം കഴിവിനെ അടക്കി വെക്കാനുള്ളതല്ല, അത്
എല്ലാവരുടെ കഴിവുകളും വ്യത്യസ്തമാണ്. യഥാർത്ഥ സ്വഭാവം സമൂഹം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ പാർട്ട്ണർ, നമ്മളുമായി ബന്ധപ്പെടുന്നവര് അറിഞ്ഞിരിക്കണം. അപ്പോ ആരുടെയും അടിമയായി ജീവിക്കാനോ അല്ലെങ്കിൽ സ്വപ്നങ്ങളെ അടക്കി വെച്ച് ജീവിക്കാനോ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. അവസരങ്ങളെ കണ്ടെത്തി ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ കഴിവുകളെ പ്രയോജനപ്പെടുത്തി ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് അവസരങ്ങൾ ധാരാളമുണ്ട്. ആ അവസരങ്ങളെ കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ സ്വപ്നങ്ങളെ തലയിൽ വെച്ച് കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ അതിന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ തരണം ചെയ്ത് അതിനു വേണ്ടി നമ്മുടെ കഴിവുകളെ കണ്ടെത്തി നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റാത്തത്. പ്രശ്നങ്ങള് ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ സ്വപ്നങ്ങളെ സ്വപ്നങ്ങളായിട്ട് കണ്ട് നടക്കാതെ ആ സ്വപ്നങ്ങളെ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച്, നമ്മളുമായി കൂടുന്ന ആൾക്കാർ ഉപയോഗിച്ച് നല്ല രീതിയിൽ സംസാരിച്ച് സമൂഹത്തെ മനസ്സിലാക്കി നമ്മളുമായി ഇടപഴകുന്ന ആൾക്കാരുടെ സ്വഭാവം, അവര് നമ്മുടെ സ്വഭാവം കണ്ടും നമ്മൾ അവരുടെ സ്വഭാവം കണ്ടും ഏറെക്കുറെ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. അപ്പോ ഇന്നത്തെ ഈ ഒരു സമൂഹത്തില് നമുക്ക് ശരിക്കും നമ്മുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്താൻ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോ അതെല്ലാം കണ്ടെത്തി ഭയത്തെ ഒഴിവാക്കി ഈ തലയിൽ വെച്ച് കിടക്കുന്ന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ വീട്ടിലായാലും സുഹൃത്തുക്കളോടായാലും നമ്മുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കാനായിട്ട് നമ്മൾ മടി കാണിക്കരുത്. കാരണം നമ്മൾ പലതും അടക്കി പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരവസ്ഥ, അത് ആ കാലഘട്ടമൊക്കെ എല്ലാം മാറിക്കഴിഞ്ഞു. വീട്ടിലായാലും നമ്മൾ സുഹൃത്തുക്കളോടായാലും തുറന്നു പറയേണ്ട സമയത്ത് തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയുക തന്നെ വേണം. ആർക്കും അടിയറ വെക്കേണ്ട ഒരു കാര്യവും ഇന്നില്ല. കാരണം എല്ലാവരും പലതരത്തിലുള്ള മനുഷ്യരാണ്. ആ എല്ലാവരെയും പ്രീതിപ്പെടുത്തി ജീവിക്കുവാനായിട്ട് നമുക്കൊരിക്കലും സാധ്യമല്ല. അപ്പോൾ ചിലർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ അടക്കി വെക്കും, ഒന്നും പറയാതിരിക്കും. അത് പറഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്ത് നമ്മൾ പറയാതിരുന്നാൽ അത് വലിയൊരു തെറ്റാണ് സമൂഹത്തിനോട് നമ്മൾ ചെയ്യുന്നത്. അത് ശരിയെന്ന് നമുക്ക് തോന്നിയാൽ നമ്മളത് അവരോട് തുറന്ന് പറയുക തന്നെ വേണം. അവിടെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടൊരു കാര്യവുമില്ല. അപ്പം അതിനായിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഒരാളുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുക, സംസാരിക്കുക. മറ്റുള്ളവരെ കണ്ട് ഭയക്കരുത്. ഉള്ള കാര്യം തുറന്നു പറയുക, മനസ്സിൽ ഒതുക്കി വെക്കരുത്. എന്താണ് നമ്മളുടെ കാര്യം എന്നുള്ളത് തുറന്നു പറയുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുക. നമുക്ക് നമ്മുടെ ജീവിതത്തിലും അതുപോലെ സൊസൈറ്റി ആയാലും ഏതൊരു കാര്യത്തിലും നമ്മൾ നല്ല ഇത് മറച്ചു വെക്കാതെ ഉള്ള കാര്യങ്ങൾ, കഴിവുകളെ നമ്മൾ അറിയിക്കുക. അവരെ കണ്ട് അറിയിച്ച് നഷ്ടപ്പെടുത്താതിരിക്കുക. എൻ്റെ കഴിവുകൾ കാണിക്കാതിരുന്നാൽ അത് നമ്മൾക്ക് തന്നെ നഷ്ടം വരും. അത് നല്ല പ്രയോജനപ്പെടുത്തുക, ആ ഒരാളായി മാറുകയേ വേണം. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഒരു വൃത്തം വരച്ച് നെഗറ്റീവായ കാര്യങ്ങൾ അതിൻ്റെ പുറത്തെഴുതുകയും പോസിറ്റീവായ കാര്യങ്ങൾ വൃത്തത്തിനകത്ത് എഴുതി അത് നമ്മൾ കുറെ പ്രാവശ്യം വായിച്ച് അതിനെ വെട്ടിയെടുത്ത് നമ്മൾ കാണത്തക്ക വിധം ഒട്ടിക്കുക. പിന്നെ നെഗറ്റീവായ കാര്യം 2-3 ദിവസം നമ്മൾ വെച്ചുകൊണ്ട് അത് കത്തിച്ച് കളയുക. അപ്പൊ നമുക്ക് അത് നമ്മളുടെ മൈൻഡിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയും.
അങ്ങനെ നമ്മൾ ഉയർന്ന നിലയിലേക്ക് എത്തുകയും എല്ലാവരോടും സംസാരിച്ച് ഇരിക്കുക. അങ്ങനെ തകർന്ന ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ള കഴിവ് നേടുക. ഉന്നതയിലേക്ക് എത്തിച്ചേരാൻ നോക്കണം. നമ്മൾ സമൂഹത്തിനും പ്രയോജനപ്പെടുമെന്ന് നമ്മൾ അവസരം കണ്ടെത്തുകയും നഷ്ടപ്പെടുത്താതിരിക്കുക. ഇനിയുള്ള ദിവസങ്ങളും കാലങ്ങളും നമ്മൾ അത് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ഓൾ. താങ്ക് യു സാർ. എല്ലാവർക്കും ഈ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് ശ്വാസത്തിലൂടെയാണ്. ഓരോ ശ്വാസവും ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ദൈവികമായ ഊർജം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും സ്പർശിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും സംതൃപ്തിയും ശ്വാസത്തിലൂടെ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാം. ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട്. ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയം നമ്മളിലുള്ള എല്ലാ ചിന്തകളും വിഷമങ്ങളും പരാജയഭീതിയും ശ്വാസത്തിലൂടെ പുറത്തേക്ക് പോകുന്നതായി നമുക്ക് സങ്കല്പിക്കാം. നാം പൂർണ്ണമായും സന്തോഷാവസ്ഥയിലാണ്. ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട്. ഈ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടാവായ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ രചയിതാവായ ഈശ്വരനിൽ പൂർണ്ണമായും നമ്മെ സമർപ്പിക്കാം. നമ്മെ സൃഷ്ടിച്ച ആ മഹാശക്തിയുടെ ജീവസാന്നിധ്യം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നും അത് ദൈവികമായ ഒരു പരിപൂർണതയാണെന്നും അതിന്റെ മുന്നിൽ നമ്മുടെ ശരീരത്തിലെയോ മനസ്സിലെയോ ഒരു പോരായ്മയ്ക്കും ബുദ്ധിമുട്ടിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും നാം അറിയുന്നു. ആ ജീവസാന്നിധ്യത്തിന്റെ സഹായത്താൽ നമ്മുടെ ശരീരത്തിലും മനസ്സിലുമുള്ള എല്ലാ പോരായ്മകളും അസ്വസ്ഥതകളും പൂർണ്ണമായും പരിഹരിച്ച് സന്തോഷവും സമാധാനവും നമുക്ക് നേടിയെടുക്കാം. ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്യുക. സാവധാനം പതുക്കെ പതുക്കെ പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഔട്ട്. ഇനി നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശരീരത്തിലെ കാൽപാദങ്ങളിലേക്കും കാൽമുട്ടുകളിലേക്കും അരഭാഗത്തിലേക്കും ചെസ്റ്റ് പോർഷനിലേക്കും തലച്ചോറിലുള്ള എല്ലാ അവയവങ്ങളിലേക്കും കൊണ്ടുവരാം. ദൈവികമായ ഊർജം അവിടെയെല്ലാം കടന്നു ചെന്ന് എല്ലാ പോരായ്മകളെയും അസ്വസ്ഥതകളെയും പൂർണ്ണമായും പരിഹരിച്ച് നമ്മുടെ സ്വയം ചികിത്സാ സംവിധാനത്തെ മെച്ചപ്പെടുത്തുന്നു. നാം പൂർണ്ണമായും റിലാക്സേഷനിലാണ്. ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇനി നമുക്ക് ഭ്രമരി പ്രാണായാമം ഒന്ന് അഭ്യസിക്കാം. അത് വണ്ട് മൂളുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ നന്നായി ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക. കഴിഞ്ഞ് വണ്ട് മൂളുന്ന രീതിയിൽ അത് പതുക്കെ പതുക്കെ പുറത്തേക്ക് വിടുക. ആ വൈബ്രേഷൻ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ഇത് അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. ഈ ഒരു പ്രകമ്പനം നമ്മുടെ തലച്ചോറിലെ എല്ലാ നാഡികളെയും സിരകളെയും എല്ലാം റിലാക്സേഷനിലാക്കുന്നു. അത് നമുക്കൊന്ന് ശീലിക്കാം. ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്യുക. നമ്മളത് പതുക്കെ പതുക്കെ വണ്ട് മൂളുന്ന രീതിയിൽ പുറത്തേക്ക് വിടുക. Deep breathe in.
ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്യുക. ഇനി നമുക്ക് നന്ദി പറയാം. നമ്മൾക്ക് ആദ്യം മുതൽ സർവേശ്വരനോട് ഈ എല്ലാ സൗഭാഗ്യങ്ങളും ഈ ലോകത്തിൽ ജനിക്കാനും വളരാനും ജീവിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും തന്ന സർവേശ്വരനോട് ആദ്യമായി നന്ദി പറയാം. പിന്നെ നമുക്ക് ജന്മം തന്ന മാതാപിതാക്കളോട്, നമ്മുടെ കൂടെ പിറന്ന സഹോദരങ്ങളോട്, നമ്മുടെ പാർട്ട്ണറോട്, നമ്മുടെ മക്കളോട്, എല്ലാവരോടും നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേരാൻ നമ്മെ സഹായിച്ച എല്ലാവർക്കും നമുക്ക് മനസ്സറിഞ്ഞ് നന്ദി പറയാം. ഓരോ ദിവസവും നാം ഉറങ്ങാൻ കിടന്ന് ഉറക്കമുണരുന്നതിന് നന്ദി പറയാം. പലരും ജീവിതത്തോട് തന്നെ വിട പറഞ്ഞിട്ടുണ്ടാകാം, പലരും രോഗശൈലിയിൽ ആയിട്ടുണ്ടാകാം. നമ്മളെ പൂർണ്ണ ആരോഗ്യത്തിലൂടെ രാവിലെ തന്നെ ഉണർന്നെഴുന്നേക്കാൻ ശക്തി നൽകിയതിന് ദൈവത്തിനോടും നന്ദി പറയാം. ഓരോ ദിവസവും നാം കഴിക്കുന്ന ആഹാരം നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത് കുറേ അധികം ആളുകളുടെ പ്രയത്നം കൊണ്ടാണ്. നാം കഴിക്കുന്ന ആഹാരത്തിനും അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും നമുക്ക് നന്ദി പറയാം. നാം ജനിച്ചപ്പോൾ മുതൽ നമ്മുടെ കൂടെയുള്ള ഓരോ അവയവത്തിനും, നാം വസിക്കുന്ന വീടിനും വീട്ടിലുള്ള ഓരോ സാധന സാമഗ്രികൾക്കും നമുക്ക് നന്ദി പറയാം. നമ്മോട് തന്നെയും അതിൽ വസിക്കുന്ന ആത്മാവിനോടും നന്ദി പറയാം. ഒരിക്കലെങ്കിലും നമ്മളെ വിഷമിപ്പിച്ചാറുണ്ടാകാം. അവർക്ക് മനസ്സറിഞ്ഞ് മാപ്പ് കൊടുക്കുമ്പോൾ ഡിവൈൻ ഹീലിംഗ് നമ്മൾ അനുഭവിക്കുന്നു. മഹത്തായ ലക്ഷ്യങ്ങൾ നമുക്ക് കെട്ടിപ്പടുക്കാം. ഇനി ഏതാനും അഫർമേഷനും കൂടി നമുക്ക് ഏറ്റിയെല്ലാം. എൻ്റെ സ്വപ്ന ജീവിതം എൻ്റെ അവകാശമാണ്. എൻ്റെ കൂടെയുള്ളവരെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ സമ്പത്തിന്റെ ചെറിയ ഭാഗം ലോക നന്മയ്ക്കായി ഞാൻ ദാനം നൽകുന്നു. സ്വപ്ന ജീവിതം, സ്വപ്ന വാഹനം, സ്വപ്ന ഭവനം എൻ്റെ അർഹതയാണ്. അത് ഞാൻ ഈ ജന്മം തന്നെ നേടുന്നു. നമുക്ക് തിരിച്ചു വരാം. ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട്. ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട്. ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട്. ഇന്നേ ദിവസം എല്ലാ കർമ്മങ്ങളും മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ഗായത്രി മന്ത്രം കൂടി ഞാൻ ചൊല്ലിക്കൊണ്ട് ഇത് പ്രോഗ്രാം നിർത്തുന്നു. ഓം ഭൂർഭുവസ്സുവഃ തത്സവിതോർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം എന്ന് പറയുന്നത് പരമസത്യത്തെ പ്രതിനിധീകരിക്കുന്ന പരിശുദ്ധ നാദമാണ്. ഭൂമി, മനസ്സിന്റെ ലോകം, ആത്മീയ ലോകം എല്ലാം സൃഷ്ടിച്ച പരമപ്രകാശമായ സവിതാവിനെ നാം ധ്യാനിക്കുന്നു. ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യമായ ആ ദിവ്യപ്രകാശം നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ശരിയായ വഴിയിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ എന്നതാണ് ഈ ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം. ഒന്നുകൂടെ ചൊല്ലുകയാണ്. ഓം ഭൂർഭുവസ്സുവഃ സത്സവിതോർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു മാം. സൂപ്പർ മാഡം, സൂപ്പർ. താങ്ക് യു മാഡം. താങ്ക് യു സാർ. ഗുരുനാഥ സുരബോധ ഗുണം നീതാൻ ജഗൽനാഥ പരമതയ കരശീല പശുപതി തൻ അരുൾപാല തിരുവുലർക്കോർ തൊഴും പാദം ജയ വീരവരം നീത്താൻ
അരുൾ വല്ലഭൈ മണവാള അടി തൊഴുന്നീൻ അൻപാല. താങ്ക് യു സാർ, താങ്ക് യു ഓൾ. മഴ പെയ്തു പെയ്തു മണ്ണു കുളിർത്തു മല്ലേശ്വരനെയ്തെയ്തൻ മനം കുളിർത്തു. മഴ പെയ്തു പെയ്തു മണ്ണു കുളിർത്തു മല്ലേശ്വരനെയ്തെയ്തൻ മനം കുളിർത്തു. ഹൃദയ സദസിലേ ഹളഹംസമേ മല്ലീശ്വരനെയ്തെയ്തൻ മനം കുളിർത്തു. മല്ലീശ്വരനെയ്തെയ്തൻ മനം കുളിർത്തു. പച്ചത്തെ പാടത്തെ പനന്തത്തയോ പഞ്ചവർണ്ണനിണങ്ങും പൈങ്കിളിയോ. പച്ചത്തെ പാടത്തെ പനന്തത്തയോ പഞ്ചവർണ്ണനിണങ്ങും പൈങ്കിളിയോ. പനന്തത്തയല്ല പൈങ്കിളിയല്ല ഞാനീ പാട്ടുകാരനെ തൊഴുകളി തോഴിയല്ലോ. മഴ പെയ്തു പെയ്തു മണ്ണു കുളിർത്തു മല്ലീശ്വരനെയ്തെയ്തൻ മനം കുളിർത്തു. മല്ലീശ്വരനെയ്തെയ്തൻ മനം കുളിർത്തു. താങ്ക് യു സാർ, താങ്ക് യു ഓൾ. താങ്ക് യു. മാഡം. സൂപ്പർ. താങ്ക് യു മാഡം. താങ്ക് യു മാം, സൂപ്പർ. ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ ഏഴു വർണ്ണങ്ങളും നീത്തി തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമാ മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നെന്നരികിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഞാനറിഞ്ഞില്ല. ഈ മൂളം തണ്ടിൽ ചുരന്നൊരൻ പാട്ടുകൾ പാലാഴിയായി നെഞ്ചിൽ നിറച്ചുവെന്നോ അതിലൂറും അമൃത കണങ്ങൾ കോർത്തു നീ അന്നും കാത്തിരുന്നെന്നോ അകതാരിൽ കുറുകിയ വെൺപ്രാക്കളൊക്കെയും അനുരാഗദൂതുമായി പറന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഞാനറിഞ്ഞില്ല. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു ഓൾ. ഓക്കെ, സൂപ്പർ, നന്നായിട്ട് പാടി. സൂപ്പർ നല്ല സൂപ്പർ. സെലക്ഷൻ. അയാൾ കഥ എഴുതുകയായിരുന്നു. തൊണ്ട ശരിയാവണില്ല അങ്ങോട്ട്. നന്നായിട്ട് രാവിലെ. നന്നായിട്ട്. സൂപ്പർ. ഓക്കെ, താങ്ക് യു സാർ. കാവ്യവൃത്തങ്ങളിലോമനെ നീനവ മാഗന്ധമഞ്ജരി ആയിരിക്കും. കാവ്യവൃത്തങ്ങളിലോമനെ നീനവ മാഗന്ധമഞ്ജരി ആയിരിക്കും. എൻ മണി വീണതൻ
രാഗങ്ങളിൽ സഖി സുന്ദരമോഹനമായിരിക്കും താരകരൂപിണി നീ എന്നുമെന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാല പൂവായിരിക്കും താരകരൂപിണി. താങ്ക് യു. താങ്ക് യു ജോളി സാർ. നന്നായിട്ട് പാടി. സൂപ്പർ സൂപ്പറായി. സാർ നല്ല പാട്ടാണ് സാർ ഇപ്പൊ അത് ഫോളോ ചെയ്യുന്നത്. വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഹിതൻ അതരകാന്തിയോ ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഹിതൻ അതരകാന്തിയോ ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു മുഖമാമൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു മുഖമാമൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു ഹൃദയമൃദുല തന്ത്രിയേന്തി ദേവാമൃതം വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഹിതൻ അതരകാന്തിയോ ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഹിതൻ അതരകാന്തിയോ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, നന്നായി ലാസർ സാർ, നന്നായി. താങ്ക് യു, താങ്ക് യു. ദിലാവേ മായുമോ കിനാവും നോവുമായി ഇളം തേൻ തെന്നലായി തലോടും പാട്ടുമായി ഇതൾ മാഞ്ഞോരോർമ്മയെല്ലാം ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി നിലാവേ മായുമോ കിനാവും മുറ്റം നിറയെ വിങ്ങിപ്പടരും മുല്ലക്കൊടി പൂത്ത കാലം തുള്ളിത്തുടിച്ചും തമ്മിൽ കൊതിച്ചും കൊഞ്ചിക്കളിയാടി നമ്മൾ നിറം പകർന്നാടും നിനവുകളെല്ലാം കതിരണിഞ്ഞൊരുങ്ങും മുമ്പേ ദൂരെ ദൂരെ പറയാതെ അങ്ങ് നീ മാഞ്ഞു പോയില്ലേ നിലാവേ മായുമോ കിനാവും. താങ്ക് യു സാർ, താങ്ക് യു ഓൾ. താങ്ക് യു രാജീവ്ജി, നന്നായിരുന്നു. താങ്ക് യു. നന്നായിരുന്നു. താങ്ക് യു. ഞാനിപ്പോ ഒരു മെസ്സേജ് കണ്ടായിരുന്നു. നമ്മുടെ ഗോമതി മാഡത്തിന്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു എന്നുള്ള ഒരു സാഡ് ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുക. കൊച്ചി പാണ്ടിക്കുടിയിലാണ് വീടെന്നാണ് അറിഞ്ഞത്. സാധിക്കുന്ന ആൾക്കാർ അവിടെ പോയി നമ്മൾ ആദരാഞ്ജലി അറിയിക്കുക.
അർപ്പിക്കുക. നമുക്ക് ഏതാനും സെക്കൻഡ്സ് ഒന്ന് ഭരതിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നലെ നമ്മുടെ പ്രോഗ്രാമിൽ ഒന്ന് പാടിയതാണ് നമ്മുടെ ഗോമതി മാഡം. ഇന്നലെ ഗോമതി മേഡം പാടുമ്പോഴും പുള്ളിക്കാരൻ അവിടെ നിന്ന് എന്തോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കണ്ടായിരുന്നു. പാവം. എല്ലാവർക്കും നമുക്ക് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് ആ മേഡത്തിന് അറിയാവുന്നുണ്ട് അവരുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാം. തീം സോങ്ങിലേക്ക് കിടക്കൂ. ജയിക്കാനായി ജനിച്ചവർ നാം, വളരാനായി പിറന്നവർ നാം. വിജയിക്കും വരെ നമ്മൾ പോരാടും, വിജയം കണ്ടേ തിരിച്ചു വരൂ, വിജയം കണ്ടേ തിരിച്ചു വരൂ. പിറന്നവർ നാം, വിജയിക്കും വരെ നമ്മൾ പോരാടും, വിജയം കണ്ടേ തിരിച്ചു വരൂ, നമ്മൾ വിജയം കണ്ടേ തിരിച്ചു വരൂ. മോദിവേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ.